എന്റെ കയ്യിലിരിക്കുന്നത് ബോസ് ക്വയറ്റ് കംഫർട്ട് അൾട്ര. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ബോസ്. അതുപോലെ തന്നെ ഇത് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയും വേൾഡ് ക്ലാസ് നോയിസ് ക്യാൻസലേഷനും. പേര് പോലെ തന്നെ ക്വയറ്റ് കംഫർട്ടാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഈ ഹെഡ്സെറ്റിന് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ ഹെഡ്സെറ്റ് ഇപ്പം ഇങ്ങനെ ഒന്ന് വളഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് തറയിലൊന്ന് വീണാലോ പെട്ടെന്നൊന്നും പൊട്ടിയും പോവില്ല. പിന്നെ ഇതിനൊരു 250 ഗ്രാം വെയിറ്റേ വരുന്നുള്ളൂ. ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെയാണ്. ദാ ഈ ഒരു ഹെഡ്സെറ്റിന്റെ ഈ ഓവർ ദ ഹെഡ് വരുന്ന പാർട്ട് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ താഴെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മെഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓവർ ദ ഹെഡും നമ്മുടെ ഈ കപ്പ് ചെവിയിൽ വെക്കുന്ന കപ്പും അത് അറ്റാച്ച് ചെയ്യുന്ന പാർട്ട് ഉണ്ടല്ലോ, ഇത് അലുമിനിയം ആണ്. അതുപോലെ തന്നെ ഈ പാർട്ട് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇനി കപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെവി കവർ ചെയ്തിരിക്കുന്ന പാർട്ട് ഉണ്ടല്ലോ കപ്പ്, അത് ലെതറിന്റെ ആണ്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം തലയുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം, ഈ ഒത്തിരി നേരം വെച്ച് കഴിയുമ്പോൾ ചെവി ചൂടാകുന്ന പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഈ ലെതറിന്റെ എന്തെങ്കിലും ആയിരിക്കാം. ഫോം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ഇതിന്റെ വോളിയം കൺട്രോൾ ചെയ്യുന്ന പാർട്ട് ദാ ഇവിടെയാണ് വരുന്നത്. ഇത് ടച്ചിന്റെ ആണ്. ഇത് നമുക്ക് സ്വൈപ്പ് ചെയ്ത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി ഈ ഒരു പാർട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2.5 mm ഓഡിയോ ഇൻപുട്ടും വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ഈ ഒരു കേസോടൊപ്പമാണ് നമുക്ക് ഹെഡ്ഫോൺ വരുന്നത്. നമുക്ക് ഈ കേസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഹെഡ്സെറ്റ് ഇങ്ങനെ ഒടിച്ച് മടക്കി വെച്ച് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. യൂഷ്വലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് പ്രൊഫൈലാണ് ബോസിന്റെ ഹെഡ്ഫോൺസിന്. ഈ ഒരു ഹെഡ്ഫോണും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ബാസ് കുറച്ച് കൂടുതലാണെന്നൊക്കെ തോന്നും, പക്ഷെ അത് മിഡ് റേഞ്ചിനെയോ ട്രിബിളിനെയോ അഫക്റ്റ് ചെയ്യുന്നതായി എനിക്കിതുവരെ തോന്നിയിട്ടില്ല. വോക്കൽസ് ആണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. അതുപോലെ ട്രിബിളും നല്ല ക്ലിയർ ആണ്. ചെവിക്ക് ഡിസ്കംഫർട്ട് തരുന്ന രീതിയിലുള്ള ട്രിബിളൊന്നും അല്ല. ബോസിന്റെ ആപ്പ് യൂസ് ചെയ്ത് ഇതെല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഹെഡ്ഫോണിന് നല്ല അടിപൊളി വേൾഡ് ക്ലാസ് നോയിസ് ക്യാൻസലേഷൻ ആണ്. അടുത്തൊരു ഫീച്ചറാണ് ബോസ് ഇമ്മേഴ്സീവ് ഓഡിയോ. നമുക്ക് പാട്ടൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സാധനം. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. നോർമൽ ഹെഡ്ഫോണിലുള്ള പോലെ സ്റ്റീരിയോ മോഡ് അല്ല ഇമ്മേഴ്സീവ് മോഡ്. മോഷൻ മോഡിൽ നമ്മൾ തല പാൻ ചെയ്യുന്നതിനനുസരിച്ച് ഓഡിയോ സോഴ്സും മാറിക്കൊണ്ടിരിക്കും. ചിൽ മോഡിൽ നമ്മൾ തല പാൻ ചെയ്താലും സോഴ്സും നമ്മുടെ ഫ്രണ്ടിൽ നിന്നും കേൾക്കുന്ന പോലെ തോന്നും. പിന്നെ വേറൊരു അടിപൊളി ഫീച്ചറാണ് അവയർനെസ് മോഡ്. ഇത് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ പോലും ചുറ്റുമുള്ള സൗണ്ട്സും നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക്കും കേൾക്കാൻ പറ്റും. അത്യാവശ്യം നോയ്സ് ഉള്ള സ്ഥലത്ത് നിന്ന് കോൾ വിളിച്ച് ഈ ഒരു ഹെഡ്ഫോണിന്റെ മൈക്കിന്റെ ക്വാളിറ്റിയും കൂടെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. എന്തായാലും ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് എനിക്കൊന്നും കേൾക്കത്തില്ല. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കേൾക്കോ നോക്കാം. ഹലോ, ഹലോ, ഇപ്പൊ ഫ്രീ ആണോ? ഓക്കെ. ഞാനേ എന്റെ ആ ഒരു ബോസിന്റെ ഹെഡ്ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മൈക്കിന്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാവോ? കേക്കാം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. നല്ല ക്ലിയർ ആയിട്ട് കേക്കാം. വണ്ടിയുടെ ഒച്ചയൊക്കെ, ഞാൻ റോഡിലാണ് നിൽക്കുന്നത്, വണ്ടിയുടെ ഒച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കാവോ? വണ്ടിയുടെ ഒച്ച ചെറുതായിട്ട് കേക്കാം. ഇപ്പൊ ഒരു വണ്ടി പോയ കണക്ക് തോന്നി. ആണല്ലേ? പോയി വണ്ടി പോയി. ആ ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ പാട്ടൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാവേ. പാട്ടോ? അപ്പൊ അത് പാട്ട് ഓക്കെ, ഇപ്പുറത്തെ സ്പീക്കറിൽ ഒരു പാട്ട് കേൾപ്പിക്കാം. അത് കേൾക്കുന്നുണ്ടോ നോക്കണേ. ശരി. കേക്കാവോ? പാട്ട് പാട്ട് കേക്കാം. സൗണ്ട് ഇപ്പം കേട്ടൂടാ. ഇപ്പം കേക്കാം. കേട്ടൂടെ? ഏത് പാട്ടാണെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇതിപ്പോഴോ? ഇപ്പം കേക്കാം. കേക്കാവോ? ഇപ്പം കേക്കാം. മ്യൂസിക് കേക്കാം. ഇപ്പോഴോ? ഇപ്പോഴും കേക്കാം. ഇപ്പം കേട്ടൂടാ. ഇപ്പൊ കേട്ടൂടാ? ഇല്ല, ഇപ്പം കേക്കാം. ആണോ? ക്ലിയർ ആയിട്ട് കേക്കാവോ? ക്ലിയർ ആയിട്ട് കേൾക്കാമോന്ന് ചോദിച്ചാ കുഴപ്പമില്ല. അത് മ്യൂസിക് അല്ലേ, പാട്ടല്ലല്ലോ. മ്യൂസിക്, BGM.
ആ ഇപ്പം കേട്ടൂടാ. കേട്ടിട്ട് പോയി. കേട്ടിട്ട് പോയോ? ഉം. ഓക്കെ. എങ്ങനെയുണ്ട് ക്വാളിറ്റി? എങ്ങനെ ഫീൽ ചെയ്തേ? സംസാരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് കേൾക്കാം. ആണോ? പാട്ടിന്റെ എന്തോ മനസ്സിലാവുന്നില്ല. ആണോ? ആ ഇപ്പം കേൾക്കുന്നുണ്ട്. ആണല്ലേ? അതെ. ഓക്കെ. ഇത് ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. ഇതിൽ കോഡെക്സ് SBC ആൻഡ് AAC സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഉള്ള ഫോൺസിൽ നമുക്ക് APTX ഹൈ ക്വാളിറ്റി ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഇല്ലാത്ത ഫോൺസിലാണെങ്കിൽ നമ്മൾ 3.5 mm ഓഡിയോ ജാക്ക് ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. ഇപ്പം 3 hours ഫുൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 24 hours ബാറ്ററി ലൈഫും കിട്ടും. 28,000 പ്ലസ് ആണ് ഈ ഒരു ഹെഡ്ഫോണിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 28,000 മുടക്കി ഒരാൾ ഇങ്ങനെ ഒരു ഹെഡ്ഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ച് സൗണ്ട് ക്വാളിറ്റിയും ഫീച്ചേഴ്സും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അത് ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.